ഭാരപ്പെട്ട് ആകെ തകർന്നിരിക്കുന്ന മനസ്സിനോട് ദൈവവചനത്തിലൂടെ വിളിച്ച് ശബ്ദമുയർത്തി പറയുവാണ്, ദൈവം നിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള ജീവിതത്തെ ദൈവം സന്ദർശിക്കും. അതിനകത്തൊരത്ഭുതത്തെ കാണും. രോഗമായി കിടക്കുന്ന, ഏതെങ്കിലും തരത്തിൽ വയ്യാതെ ക്ഷീണത്തിലൊക്കെ കിടന്ന കിടപ്പിലായിപ്പോയ അസുഖമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ദൈവം നിന്നെ സന്ദർശിക്കും. ദൈവം നിൻ്റെ ജീവിതത്തെ സന്ദർശിക്കും. നിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു പോയോ? സങ്കടമുള്ള മനസ്സോടെയാണോ ആയിരിക്കുന്നേ? കണ്ണുനീരോടെയാണോ ജീവിതം മുന്നോട്ട് നീങ്ങുന്നേ? ദൈവം നിന്നെ സന്ദർശിക്കും. വിശ്വാസത്തോടെ പറ, ഈ വാക്ക് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ്. ദൈവം എന്നെ സന്ദർശിക്കുന്നത്. പരാജയപ്പെട്ടു പോയി എന്നെ, തകർന്നിരിക്കുന്ന എന്നെ, ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എന്നെ, എൻ്റെ ഈ സ്ഥലവും വീടും ഒക്കെ ഒന്ന് വിറ്റായിരുന്നെങ്കിൽ ഈ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റായിരുന്നു എന്ന് ഉള്ളിൽ വിചാരിക്കുന്ന, നനയ്ക്കുന്ന എന്നെ ദൈവം സന്ദർശിക്കുന്ന സമയം, എൻ്റെ ശുശ്രൂഷ ജീവിതം കുറേ കൂടി അനുഗ്രഹമായിരുന്നെങ്കിൽ, എനിക്ക് കുറേ കൂടി അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന നിന്നെ സ്വർഗത്തിലെ ദൈവം സന്ദർശിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ജീവിത പങ്കാളി മദ്യപാനത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ തെറ്റായ ജീവിത രീതിയോ ഒക്കെയായി തകർന്നിരിക്കുന്ന വ്യക്തികളുണ്ട്. ദൈവം നിൻ്റെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന നിന്നെ ദൈവം ഇന്ന് സന്ദർശിക്കും. ദൈവം സന്ദർശിച്ചതിൻ്റെ അത്ഭുതകരമായ അടയാളങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ. വഴിതെറ്റിപ്പോയ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, വീട്ടിൽ വരുന്നില്ല, ആ ബന്ധം മാറുന്നില്ല, ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല. എന്തു ചെയ്യും, എങ്ങനെ ഉപദേശിക്കും, ഒന്നും പറഞ്ഞിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആ അവസ്ഥയെ നോക്കിയിട്ട് പറ, എൻ്റെ ദൈവം ഇന്ന് അവരുടെ ജീവിതത്തെ, തീരുമാനത്തെ, നിലപാടിനെ സന്ദർശിക്കും. ദൈവം സന്ദർശിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് തകർച്ചയുടെ ആഴമല്ല കൂടുന്നത്, പിന്നെയോ അവിടെ വിടുതലിൻ്റെ നന്മയാണ് സംഭവിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്ന ഏദൻ തോട്ടമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്ന ഏദൻ തോട്ടമായി ഇന്ന് നിങ്ങളുടെ വീട്. ഇതിലൂടെ ദൈവമാണ് നിങ്ങളെ, ദൈവവചനത്തിലൂടെ ദൈവം നിൻ്റെ മക്കളെയും നിൻ്റെ ജീവിതത്തെയും ഒക്കെ സന്ദർശിക്കുന്ന സമയമാണ്. ഒന്നുമല്ലേലും ആ സമയത്ത് നമ്മുടെ ജീവിതവും ഭവനവും മക്കളും ഉദ്ദേശങ്ങളൊക്കെ പവിത്രമാവുക ചെയ്യുന്നത്, വിശുദ്ധീകരിക്കപ്പെടുക ചെയ്യുന്നത്. സന്തോഷം.